അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന് പറയുന്നു, ഈമാനുള്ള മനുഷ്യന്മാരോട് പറയുന്നു, വലാ തഖറബുസ്സിനാ, വ്യഭിചാരത്തോടടുക്കരുത്, ഇന്നഹു കാന ഫാഹിശത്തൻ വസാഅ സബീലാ, അത് ഏറ്റവും മോശപ്പെട്ട സംഗതിയാണ്. ആ പ്രയോഗം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നിങ്ങൾ വലാ തസ്നൂ, നിങ്ങൾ വ്യഭിചരിക്കരുതെന്നല്ലല്ലോ പറഞ്ഞത്. വ്യഭിചാരത്തിലേക്ക് അടുക്കാനുള്ള, വ്യഭിചാരം നിഷിദ്ധമാക്കിയ ഇസ്ലാം വ്യഭിചാരത്തിലേക്ക് അടുക്കാനുള്ള സർവ്വഡോറുകളെയും കവാടങ്ങളെയും ഓരോന്നോരോന്നോരോന്നായി കൊട്ടിയടച്ചുകൊണ്ടാണ് അവസാനം ചെന്നെത്തുന്ന അവസാനത്തെ പ്രവർത്തനത്തെ നിരോധിച്ചത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ ശക്തമായി അതിലേക്കുള്ള ഓരോ കവാടങ്ങളെയും അടച്ചു. അതുകൊണ്ട് മുസ്ലിമായ മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്, കുതിബ അല ബനി ആദം നസീബുഹു മിനസ്സിനാ മുദ്രികുൻ ദാലിക ലാ മഹാല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആദമിന്റെ പുത്രൻ അഥവാ മനുഷ്യൻ വ്യഭിചാരത്തിന്റെ വിവിധ രൂപത്തിലുള്ള ഓഹരികൾ അവന്റെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു വചനമാണത്. വ്യഭിചാരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്ന സംഗതികൾ, വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന സംഗതികളെപ്പോലും വ്യഭിചാരമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഓഹരി നമ്മിൽ നിന്നില്ലാതിരിക്കാൻ വേണ്ട ശ്രമത്തിന് വേണ്ടി റസൂലുള്ള പറയുന്നു, അൽ ഐനാനി സിനാഹുമൻ നദറു, രണ്ട് കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാകുന്നു, അനാവശ്യത്തിലേക്കുള്ള നോട്ടമാകുന്നു. വല്ലുദനാനി സിനാഹുമൽ ഇസ്തിമാൾ, രണ്ട് കാതുകളുടെയും വ്യഭിചാരമെന്ന് പറഞ്ഞാൽ അവയുടെ വ്യഭിചാരം മല്ലിസ്തിമാഴു, അശ്ലീലമായ കാര്യങ്ങൾ കേൾക്കലാണ്, അത് കേട്ടാസ്വദിക്കൽ വ്യഭിചാരമാണ്. വല്ലിസാനു സിനാഹുൽ കലാം, നാക്കിന്റെ വ്യഭിചാരമാണ് സംസാരിക്കൽ, ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയൽ, അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് രസിക്കൽ. വൽ യദു സിനാഹൽ ബത്ഷു, കൈയിന്റെ വ്യഭിചാരം ഹറാമിനെ തൊടലാണ്, അല്ലെങ്കിൽ പിടിക്കലാണ്. വരിജുലു സിനാഹൽ ഖുതാ, കാലുകളുടെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലുള്ള പാപങ്ങളായ ആ കാര്യങ്ങളിലേക്കുള്ള കാലടിപ്പാടുകൾ വെക്കൽ, ആ തെറ്റായ കാര്യത്തിലേക്ക് തന്റെ കാലുകളെ ചലിപ്പിക്കൽ, നടന്നുപോകൽ കാലിന്റെ വ്യഭിചാരമാണ്. വൽഖൽബു യഹ്വാ വയതമന്ന, മനുഷ്യന്റെ മനസ്സ് ആഗ്രഹിക്കുകയും കൊതിക്കുകയും ഒക്കെ ചെയ്യുമ്പോ വയുസദ്ദിഖു ദാലികൽ ഫർജു ഔ യുകസ്സിബുഹു, അവന്റെ ലൈംഗികാവയവം ഇവന്റെ ഇച്ഛയെ ഒന്നുകിൽ സാധൂകരിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിനെ നിഷേധിച്ച് തള്ളിക്കളയുന്നു. മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തയെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അങ്ങ് വിശദീകരിക്കുന്നത്. അപ്പൊ ഇസ്ലാം ഒരു ദിവസം അങ്ങ് പെട്ടെന്ന് നിങ്ങൾ വ്യഭിചരിച്ചു പോകരുത്, വ്യഭിചാരത്തിലേക്ക് അടുക്കരുതെന്ന് പറയുക മാത്രമല്ല, അടുക്കാനുള്ള കവാടങ്ങൾ ഏതൊക്കെയാണെന്ന് മനുഷ്യനെ പടച്ച റബ്ബിനറിയാം. ആ രൂപത്തിലുള്ള സർവ്വപ്രവർത്തനങ്ങളെയും നിഷേധിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ ഇസ്ലാം എണ്ണിയത് കണ്ണിന്റെ വ്യഭിചാരമാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിൽ അല്ലാഹു തആല വളരെ വ്യക്തമായി മുഅ്മിനുകളായ പുരുഷന്മാരോടും മുഅ്മിനാത്തുകളായ സ്ത്രീകളോടും പറഞ്ഞല്ലോ, കുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും, മുഅ്മിനീങ്ങളോട് പറഞ്ഞേക്കൂ നബിയേ, അവർ അവരുടെ കണ്ണുകളെ താഴ്ത്തട്ടെ. അത്തരത്തിൽ കണ്ണുകളെ താഴ്ത്തിക്കൊണ്ട് അതിലൂടെ അവരുടെ ലൈംഗികാവയവങ്ങളെ അവരെ കാത്തുസൂക്ഷിക്കട്ടെ. അതേ ആയത്ത് അവസാനിക്കുന്ന ഉടനെ പിന്നെ പറയുന്നു അല്ലാഹു തആല, വഖുല്ലിൽ മുഅ്മിനാത്ത് യഗ്ദുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദുന ഫുറൂജഹുന്ന, ആ ബഹുമാനപ്പെട്ട സ്ത്രീകളോടും അഥവാ ഈമാനുള്ള ഇസ്ലാമികമായ ബോധമുള്ള തഖ്വയുള്ള പെണ്ണുങ്ങളോടും പറഞ്ഞേക്കു നബിയേ, അയ്യഗ്ദുന വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ദുന മിൻ അബ്സാരിഹിന്ന, അവരുടെയും ദൃഷ്ടികൾ അവർ താഴ്ത്തണം, ഹറാമിലേക്ക് അവർ കണ്ണയക്കരുത്. വയഹ്ഫദുന ഫുറൂജഹുന്ന, അവരുടെ ലൈംഗികാവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കട്ടെ. നോട്ടമാണ് എല്ലാ രൂപത്തിലുള്ള ഫിത്നകളുടെയും ഹേതുവെന്നാണ് പ്രവാചകന പറഞ്ഞതിന്റെ താല്പര്യം. ഇവിടെയും ഇസ്ലാം എന്താണ്? മനുഷ്യന്റെ കണ്ണ് കാണലാണ് പലപ്പോഴും അപകടങ്ങളിലേക്കുള്ള കവാടങ്ങൾ തുറക്കുന്നത്. ആ ഒരൊറ്റ കാഴ്ചയിലാണ് മനുഷ്യന്റെ മനസ്സിൽ മോഹങ്ങൾ വിടരുന്നത്. അതാണ് ഇസ്ലാം ഒന്നാമതായി തന്നെ ആ വാതിലാണ് അടച്ചത്. കുല്ലുൽ ഹവാദിസി മബ്ദഉഹാ മിനൻ നദരി
ومعظم النار من مستصغر الشرر كم نظرة بلغت من قلب صاحبها كمبلغ السهم بين القوس والوتر. എല്ലാ അപകടങ്ങളുടെയും തുടക്കം നോട്ടത്തിൽ നിന്നാണ്. എല്ലാ അപകടങ്ങളുടെയും തുടക്കം നിന്റെ അനാവശ്യമായ ഒരു നോട്ടത്തിൽ നിന്നാണ്. ഒരു നോട്ടമല്ലേ എന്തിരിക്കുന്നു അതിൽ നിന്ന് നീ ചിന്തിക്കണ്ട. നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു ചെറിയ തീപ്പൊരി വീണാലല്ലേ വൻ തീപിടുത്തങ്ങൾക്ക് കാരണമാകാറുള്ളത്. ഇതുപോലെ ഒരു ചെറിയ തീപ്പൊരിയോടാണ് ഉപമിച്ചത് നിന്റെ ഒരു നോട്ടം. ആ നോട്ടത്തിലൂടെ സംഭവിക്കുന്നത് എന്തെല്ലാം അപകടങ്ങളാണ് അതിലൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നു, നീ വിചാരിക്കാത്ത നിലക്ക് യാദൃച്ഛികമായ ഒരു നോട്ടം നിന്നിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നീ ഉടനെ തന്നെ നിന്റെ കണ്ണിനെ നീ തിരിച്ചുകൊള്ളണം. കാരണം ഒന്നാമത്തെ നോട്ടം നീ ഉദ്ദേശിച്ചു വന്നതല്ലല്ലോ. നീ ഉദ്ദേശപൂർവ്വം വീണ്ടും നോക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. അപ്പൊ നോട്ടത്തെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞില്ലേ, അല്ലഹിനാനി സിനാഹുമൻ നളുറു, രണ്ട് കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ വിശദീകരിക്കുന്നു. നിങ്ങൾ നോക്കൂ എന്താണ് റസൂലുള്ളാഹി അടുത്തത് പറയുന്നത്, വല്ലുദനാനി സിനാഹുമൽ ഇസ്തിമാഅ്, രണ്ട് കാതുകൾ അവയുടെ വ്യഭിചാരം എന്താണ്? അനാവശ്യമായ അശ്ലീലമായ തനിക്കനുവദിക്കപ്പെട്ടതല്ലാത്തത് കേൾക്കലാണ്, ആനന്ദിക്കലാണ്. മനുഷ്യരെ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന അത്തരത്തിലുള്ള സംസാരങ്ങൾ, അതുപോലെയുള്ള വർത്തമാനങ്ങൾ, അത് കേൾക്കൽ വരെ നിഷിദ്ധമാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇസ്ലാം വ്യഭിചരിക്കരുതെന്ന് ഒരു നിയമം അങ്ങ് പാസാക്കിയിരിക്കുക മാത്രമല്ല, വിചാരത്തിലേക്കുള്ള നോട്ടം, അത് പ്രചരിപ്പിക്കുന്ന നിലക്കുള്ള സംസാരം, അത്തരത്തിലുള്ള സംസാരങ്ങൾ കേട്ടാനന്ദിക്കൽ, ആ രൂപത്തിലുള്ള സദസ്സുകളിൽ പോയി ഹാജരാവൽ, അതിനുവേണ്ട രൂപത്തിൽ പണം ചെലവഴിക്കൽ, അതിന് പ്രചാരം നൽകൽ, അതുപോലെ തന്നെ അത്തരം രംഗങ്ങൾ കണ്ടാസ്വദിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കഴുതകൾ ഇണചേരും പോലെ മനുഷ്യരുടെ ഹദറത്തിൽ വെച്ചുകൊണ്ട് ആളുകൾ കാൺകേ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടം വന്നേക്കുമെന്ന്. ഇങ്ങനെ പരസ്യമായി ഇപ്പൊ ആളുകളുടെ മുമ്പിൽ വെച്ച് അങ്ങനെ വന്നിട്ടില്ലെങ്കിലും ഇന്നത് കൃത്യമായി ഫിലിമുകളിലാക്കിക്കൊണ്ട് ലൈവായി പോലും ചാനലുകൾ പുറത്തുവിടുന്ന കാലഘട്ടമാണല്ലോ. ഹദറത്തിൻ നാസിലേക്ക് യാതൊരു ലജ്ജയുമില്ലാതെ ഇതങ്ങ് പ്രദർശിപ്പിക്കുന്ന വളരെ മോശപ്പെട്ട ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്റർനെറ്റിലൂടെ കടന്നു കയറി മുന്നോട്ട് പോകുമ്പോ സൈബർ ലോകത്തെത്തിയാൽ കാണുന്ന അശ്ലീല സൈറ്റുകളും വെബ്സൈറ്റുകളും ആ രൂപത്തിലുള്ള പ്രചാരങ്ങളിലേക്ക് എത്രയാണ് അതിന്റെ അളവെന്ന് ലക്ഷക്കണക്കിന് സൈറ്റുകളാണ് ആ മേഖലയിൽ കടന്നു കയറിയിട്ടുള്ളത്. നിയന്ത്രണം ആര് നിയന്ത്രിച്ചാലും പെട്ടെന്ന് ചാടി വീഴുന്ന നിലക്കുള്ള സംവിധാനങ്ങൾ. ഒരൊറ്റ നിയന്ത്രണം കൊണ്ടേ നിയന്ത്രിക്കാനാകൂ. അത് മുറാഖബത്തുല്ലാഹ്, അല്ലാഹു എന്ന ചിന്ത കൊണ്ടല്ലാതെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. അതാണൊരു കവി പറഞ്ഞിരുന്നത്, ഇദാ മാ ഖലൗതദ്ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. നീ ഒരിക്കലും പറഞ്ഞു പോകരുതെന്ത്, നീ ഏതെങ്കിലും ഒരു നിമിഷം ഒറ്റക്കൊരു സ്ഥലത്ത് ഒഴിഞ്ഞിരിക്കുകയാണെങ്കിലും ഞാനിപ്പോൾ ഒറ്റക്കാണെന്ന് നീ ചിന്തിച്ചു പോകരുത്, അങ്ങനെ നീ പറഞ്ഞു പോകരുത്. വലാകിൻ ഖുൽ, പക്ഷേ നീ പറഞ്ഞോ, നിന്റെ മനസ്സിനെ പഠിപ്പിച്ചോ. അലയ്യ റഖീബു, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ റബ്ബെന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. വലാ തഹ്സബന്നല്ലാഹ യഗ്ഫലു സാഅതൻ വലാ അന്നമാ തുഖ്ഫി അലൈഹി യഗീബു. അല്ലാഹുവിനെ കുറിച്ച് നീ വിചാരിച്ചു പോകണ്ട, ഒരു നിമിഷ നേരത്തേക്കെങ്കിലും അവൻ അശ്രദ്ധനായിക്കൊള്ളുമെന്ന്. അല്ലാഹു ഒരു നിമിഷ നേരത്തേക്കെങ്കിലും അശ്രദ്ധയുള്ളവനാകുമെന്ന് നീ വിചാരിക്കേണ്ടതില്ല. നീ എന്ത് തന്നെ ഒളിച്ചു ചെയ്താലും പടച്ചവനെ സംബന്ധിച്ചിടത്തോളം അത് രഹസ്യമല്ല, അത് പരസ്യമാണെന്ന് നീ വിചാരിച്ചോ എന്ന് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കാൻ, അതിലൂടെ മാത്രമേ അത് പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. സുഹൃത്തുക്കളെ, ചിന്തിക്കണ്ടേ, നമ്മുടെ പുന്നാര നേതാവ് വെറുത്ത സംഗതിയല്ലേ. നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടോ? വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു, അവിടുന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നത് സ്വീകരിച്ചോളൂ. വമാ നഹാകും അൻഹു ഫൻതഹൂ,
അവിടുന്ന് വിരോധിച്ചതിന് നിങ്ങൾ മാറ്റിവെച്ചോളൂ. അതുകൊണ്ട് കണ്ണിനെ സൂക്ഷിച്ചോളണം എന്റെ പ്രിയപ്പെട്ടവരെ, കാതുകളെ സൂക്ഷിച്ചോളനേ. ഇങ്ങനെ വീട്ടിൽ വെച്ച് ടി വി വെച്ചിട്ടും ചാനലുകൾ വെച്ചിട്ടുമൊക്കെ സിനിമകളും സീരിയലുകളും പാട്ടുകളും സംഗീതങ്ങളും ഒക്കെ കേട്ടിട്ട് അങ്ങനെ തന്നെ ഉറക്കം പിടിച്ച് കിടക്കുന്ന മക്കളുണ്ടോ? ആ വീട് പിശാചിന്റെ കൂത്തരങ്ങാണ് കേട്ടോ. ആ വീട് ശൈത്താന്റെ കേളീരംഗമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടോ? അതൊക്കെ എടുത്ത് ഒഴിവാക്കിയേ പറ്റൂ. അതോൺ ചെയ്യണ്ട, അത് കേൾക്കണ്ട, അത് ആസ്വദിക്കണ്ട. നമ്മുടെ മക്കളുടെ കാതുകളിലേക്ക് ഹറാമ് ഒഴുകണ്ട. നമ്മുടെ മക്കളുടെ നാവ് കൊണ്ട് ഹറാമ് ചർച്ച ചെയ്യണ്ട. നമ്മുടെ മക്കളെ ഹറാമായ കാര്യം അവരുടെ ഈ കുഞ്ഞിക്കണ്ണുകൾ കൊണ്ട് കാണണ്ട. അള്ള തന്നതല്ലേ ഈ രണ്ട് കണ്ണ്. ഈ കണ്ണിന്റെ പവറങ്ങ് പോയാലല്ലേ ഇതിന്റെ വില അറിയുന്നത്. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. അള്ള തന്ന രണ്ട് കണ്ണുകൊണ്ട്, അള്ള തന്ന കാതുകൊണ്ട്, അള്ള തന്ന നാവ് കൊണ്ട് അശ്ലീലം കാണാനും കേൾക്കാനും പറയാനും ഒക്കെ എങ്ങനെ ധൈര്യം വരുന്നു ഉമ്മമാരെ? എങ്ങനെ ധൈര്യം വരുന്നു എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ? മരിച്ചു പോകണ്ടേ? അള്ളാഹുവിന്റെ കോടതിയിൽ അവന് നമുക്ക് കണ്ടുമുട്ടേണ്ടയോ? മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നമ്മുടെ പുന്നാര നേതാവിനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ഇതൊക്കെ നിർബന്ധമായും ചിന്തിച്ചേ പറ്റൂ.